ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ് കേട്ടോ, പൂരി മസാല. അപ്പോൾ ശരിക്കും ഹോട്ടലിൽ ഉണ്ടാക്കണം അതേ ടേസ്റ്റിലാണ് ഇപ്പോൾ പൂരി മസാല ഉണ്ടാക്കുന്നത്. അതിനാദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, ഇത്തിരി കടുക് പൊട്ടിച്ചു, കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൂടിയിട്ട് നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് പച്ചമുളക് ഇട്ടു. ഇത്രയും ചെയ്തിട്ടുള്ളത് ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതൊന്ന് നല്ലോണം ഫ്രൈ ആയി, മൂക്കൊന്നും വേണ്ട, ബ്രൗൺ കളർ ആവാനും പാടില്ല. സവാള നന്നായി വെന്ത മൈദയായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഞാനൊരു 2 പൊട്ടറ്റോ വേവിച്ചിട്ട്, ഞാൻ കുക്കറിലൊന്നല്ല വേവിച്ചത് കേട്ടോ, ഞാൻ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ടാണ് വേവിച്ചത്. എന്നിട്ട് അത് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് വെച്ചത് കേട്ടോ. ഇതിൽ ഞാൻ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ടു കേട്ടോ. ഇവിടെ പൊടിച്ച് വെച്ചിരുന്നല്ലേ, ആ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. ഇതാ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷേ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, പുതിയതായിട്ട് കല്യാണം കഴിച്ചവർക്കൊക്കെ ഇതൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ അത് ഞാൻ പറഞ്ഞത്. ഇതേപോലെ ചെയ്താൽ അടിപൊളി ടേസ്റ്റായിരിക്കും. ഇനി നമ്മൾ പൂരി ഉണ്ടാക്കാൻ പോവുകയാണ്. പൂരി പരത്താൻ പോവുക. അതവിടെ കിടന്നാവട്ടെ, ഒന്ന് അടച്ച് വയ്ക്കാം. ചപ്പാത്തി പൂരി പരത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. കണ്ടാലും അറിയാം, കഴിച്ചാലും അറിയാം. ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിതാ കഴിക്കുന്നു. ഹോട്ടലിൽ കഴിക്കണേക്കാട്ടും ടേസ്റ്റാട്ടോ. കാരണം അത് നമ്മളുടെ എഫേർട്ടും കൂടി ഉണ്ടല്ലോ. അപ്പം ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.